പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുദിനാനുഗ്രഹ പ്രാർത്ഥന. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോഴേ ലോകം മുഴുവനും ആയിരക്കണക്കിന് മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അമ്മയെ, പരിശുദ്ധമ്മ ദേവമാതാവേ, ഞാൻ എൻ്റെ ജനങ്ങളെ സന്ദർശിക്കുമെന്ന് അളിച്ചത് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ഈ സമയം എല്ലാവരുടെയും ഭവനങ്ങളിൽ നീ സന്ദർശിക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മ സന്ദർശിക്കും മഴവില്ലായും സുഗന്ധാഭിഷേകമായും ഒത്തിരി പേര് ഉടമ്പടി സാക്ഷ്യം പറയാറുണ്ട്. പല ആൾക്കാരും സാക്ഷ്യങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അടയാളം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആഴമായ ബോധ്യം അവർക്ക് നൽകിക്കൊണ്ട് അവർ വലിയ സുവിശേഷത്തിൻ്റെ കൈമാറ്റക്കാരാക്കി മാറിനെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ സന്ധിബന്ധങ്ങൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മാംസപേശികൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ രക്തഞരമ്പുകൾ നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഉള്ളംകാൽ വരെ നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, സിസ്റ്റുകൾ, അതുപോലെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മുഴകൾ കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധമായ രക്തത്തെ കഴുകി മാറ്റപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിന് കർത്താവെ, തടി തളർന്ന് ജോലി ചെയ്തിട്ടും കർത്താവെ ജീവിക്കാനുള്ള ആസ്തിപത്രയില്ലാത്ത, സ്വന്തമായിട്ട് വീട് കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രാവശ്യങ്ങൾ ജോലി പല പരീക്ഷകൾ എഴുതിയിട്ടും കർത്താവെ ഇപ്പോഴും കരകയറാത്ത മക്കളുണ്ട്. അവിടെ വയസ്സ് മാറി, വയസ്സ് കൂടി ഇപ്പോൾ ഒരിടത്ത് എത്തിയില്ല എന്നും പറഞ്ഞ് ആദ്യ കൊള്ളുന്ന ഒത്തിരി മക്കളുണ്ട്. അവിടെ പരീക്ഷകളെ കർത്താവ് ഇത് അവസാനത്തെ അറ്റംപ്റ്റായി മാറാൻ അവിടെ കഴിവ് ഇനി പറ്റത്തില്ലെന്ന് ഈശോക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി അങ്ങയുടെ കൃപ കൊണ്ട്, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ എല്ലാ അയോഗ്യതകളും ദൈവനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കരയിലും കടലിൽ ഞാൻ അർപ്പിച്ച പല സുവിശേഷ വേലകളുടെ ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ഭവനരഹിതരായിട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജോലി രഹിതരായിട്ടുള്ള മക്കളോട് പ്രാർത്ഥിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് മേൽഗതി ഇല്ലാത്തവരുണ്ട്. കർത്താവ് പല ജോലികൾ, ചെറിയ ജോലികളും സ്വന്തമായിട്ട് സ്വയം പ്രേരകമായിട്ടുള്ള സംരംഭങ്ങൾ, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ ആടുമാടുകളെ വളർത്തുന്നവരുണ്ട്, പശുവിനെ വളർത്തുന്ന, എരുമകളെ വളർത്തുന്നവരുണ്ട്, ചെറിയ തോട്ടങ്ങൾ വളർത്തുന്നവരുണ്ട്, പൂക്കച്ചവടക്കാരുണ്ട്. കർത്താവെ, അങ്ങനെ പൂക്കൾ നട്ട് വളർത്തുന്നവരുണ്ട്. അതൊരു ജീവിത മാർഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. കർത്താവ്, ചെറിയ വരുമാനക്കാരാണെങ്കിൽ കർത്താവ് അവർക്ക് എവിടെയെങ്കിലും അല്പം തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോവും, അവർ വലിയ കടത്തിലാവും. കർത്താവെ, നീ അവരെ പൊതിഞ്ഞ് പിടിക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈശോയെ, ഇനി മക്കളില്ലാത്ത സ്ഥിതി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭിണിയാണ്, പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വേറെ ഒത്തിരിയേറെ തകരാറുകൾ കുഞ്ഞിന് ഗർഭശിശുവിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വയറെ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാഥൻ രക്ഷകനുമായി ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അവരാരും നീ കൈവിടരുത്. അവരനുഗ്രഹത്തേക്കാൾ ഉപരി അവരെ കൃപയുടെ ദൈവികമായ ശക്തിയാൽ അവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽനടയായി പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനത്തിൽ പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനം ഹയർ ചെയ്ത് പോകുന്നവർ പ്രാർത്ഥിക്കുന്നു. അവർ തിരിച്ചെത്തുന്നവരെ കൃപകളുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സുരക്ഷിതം കൊണ്ടാവട്ടെ. നിങ്ങൾ കമ്പോളങ്ങളും കച്ചവടങ്ങളും വ്യാപാരങ്ങളും എഗ്രിമെൻറ്റുകളും കരാറുകളും ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം പാലിക്കപ്പെടുവാനും അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പണം കയ്യിൽ നിന്ന് മോശം വന്നിട്ട് അന്യാധീനപ്പെട്ടു പോയി മറ്റുള്ള കൈകൾ അകപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അതിൻ്റെ പേര് വീട്ടിൽ ഭയങ്കര വഴക്കും അസമാധാനം അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ. ഭക്ഷണം പോലും കഴിക്കാത്തവരുണ്ട് ഈശോയെ. എന്ത് ചെയ്യുമെന്നറിയാൻ വളരെ ഇറങ്ങിപ്പോയി കളഞ്ഞാൽ മതി എന്ന് ചിന്തിച്ച് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, നിൻ്റെ യോഗ്യതയല്ല മകനെ മകളെ നീ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ശക്തിപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളിന്ന് വായിക്കുന്ന ഇന്നത്തെ സന്ദേശം കൃപയുടെ സ്രോതസ്സുകൾ. ഇപ്പം ഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഇപ്പം പമ്പ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അതുപോലെ തന്നെ കൃപ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? അവൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ. അതായത് നോക്കി, മത്തായിയുടെ സുവിശേഷം 12:18 വായിച്ചേ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും.
അതായത് അവൻ യാതൊരു ന്യായവിധി അറിയിക്കും. അതായത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അതായത് പിതാവിൻ്റെ ആത്മപ്രസാദത്തിൽ നിന്നാണ് ഈശോയ്ക്ക് കൃപ കിട്ടണത്. കിട്ടണമെന്നല്ല, അധിക കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടില്ലേ, ഈശോയെക്കുറിച്ച് എന്നാ അമ്മ പറയണത്, അതായത് അവൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. അപ്പോൾ യോഹന്നാൻ 10:10 പറയുന്ന കൃപയും ജീവനും ഒന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ. അതേസമയം തന്നെ പറയണത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. യോഹന്നാൻ 1:16 വായിച്ചു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ, അധിക കൃപ എന്ന് പറയും. കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ് സ്വീകരിച്ചിരിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ. ഇത് എങ്ങനെ, ഞാനത് ഇപ്പം ഇത്രയും പറയുന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അത് കൃപയുടെ സ്രോതസ്സാണ്. അതായത് ഈ കൃപ എങ്ങനെ ഉണ്ടായതാണ്? ക്രിസ്തുവിനെ പിതാവ് പ്രസാദിച്ചപ്പോൾ പിതാവിൻ്റെ പ്രസാദമാണ്. അതാണ് 12:18 നമ്മൾ വായിച്ചത്. 12:18 വായിച്ചില്ലേ? മത്തായിയുടെ സുവിശേഷം, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവനെന്ന് വായിച്ചില്ലേ? അപ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കാ 3:22 വായിച്ചിട്ട്, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ പിതാവ് പ്രസാദിച്ചതാണ്. അത് എന്തുകൊണ്ടാണ് പ്രസാദിച്ചിരിക്കുന്നത്? അതായത് ക്രിസ്തു സഹനബലിക്കുള്ള കുഞ്ഞാടായിട്ട് ക്രിസ്തു തന്നെ സമർപ്പിക്കുകയാണ്. അപ്പോഴെന്താ പ്രശ്നം വെച്ചാൽ അതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു സ്രോതസ് എന്ന് പറയുന്നത്. അതായത് പിതാവിന് സ്വയം സമർപ്പിക്കുക. എന്നിട്ട് അവിടെയാണ് ക്രിസ്തുവിൻ്റെ അനുസരണവും അതുപോലെ തന്നെ ദാസനും ഒക്കെ വരുന്നത് ഈ വകുപ്പിലാണ് വരുന്നത്. എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് പിതാവിൻ്റെ പ്രസാദത്തിന് പാത്രമാകും. നമുക്ക് ഈ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുന്നത് അതാണ് ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഇപ്പം നമുക്കൊരു സഹനം ഉണ്ടായി, മാനസിക സഹനം ഉണ്ടാകും, പലർക്കും ശാരീരിക സഹനം ഉണ്ടാകും. പക്ഷേ നല്ല ക്രിസ്തു സ്നേഹികൾ എന്താ ചെയ്യണമെന്നറിയാമോ? അവർ ക്രിസ്തുവിൻ്റെ കൂടെ ഇത് കാഴ്ചവെക്കും, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കും. അപ്പോഴെന്ത് പറയും? ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാനത്തിൽ പിതാവിൻ്റെ പ്രസാദം ഉണ്ടായില്ലേ, അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ സഹനസ്നാനത്തിൽ ക്രിസ്തുവിൻ്റെ പ്രസാദം നമുക്കുണ്ടാകും. കാര്യം പിതാവ് ക്രിസ്തു വഴിയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിതാവിനെ അപ്പം 20 20-21 വായിച്ചേ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് അലക്കൽ ശ്ലാമ, സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് പിതാവാണ് ഈശോയ്ക്ക് മിഷൻ കൊടുക്കുന്നത്, ഈശോ നമുക്ക് മിഷൻ തരുന്നു. ഈ മിഷൻ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതുപോലെ തന്നെ പിതാവ് ക്രിസ്തുവിനെ കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും. ഇത് പിടിയിട്ടില്ല, അതാണ് സംഭവം. അതായത് പിതാവ് ക്രിസ്തുവിന് കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും. എങ്ങനെയാണ്? നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നാനത്തോടു കൂടി ചേർത്ത് ക്രിസ്തുവിൻ്റെ സഹനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴേ അതാണ് കൃപയുടെ ഒരു സ്രോതസ്സ്. ഇപ്പോൾ എപ്പോഴെങ്കിലും ഒരു സഹനത്തിന് സാഹചര്യം വന്നാൽ മാനസികമായാലും ശാരീരികമായാലും അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അതിജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കണം, കൃപ ആർജിക്കാനും നോക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നൽകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നൽകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നൽകട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ജാഗ്രതയോടെയാണ് കർത്താവിനെ ആരാധിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത് സ്നേഹവും വിശ്വാസവും. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കണം, എന്നെ സ്നേഹത്താൽ നിറക്കണമേ.
എന്നെ ദിവ്യസ്നേഹത്താൽ നിറക്കണമേ. എനിക്ക് ആരാധനയ്ക്ക് ആവശ്യമായ ദിവ്യസ്നേഹത്താൽ നിറക്കണമേ. ലോകം മുഴുവനും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. അമ്മേ, പരിശുദ്ധമ്മേ, ഈ ആരാധനയിലെ വലിയ അഭിഷേകം ലഭിക്കാൻ ഈ ആരാധനാ സമൂഹത്തെ ആശീർവദിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. നമ്മൾ നിന്നുകൊണ്ടാണ് ആരാധനയിൽ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ നമ്മുടെ സങ്കടങ്ങളെയും ഭാരങ്ങളെയും ഏറ്റെടുത്ത് നമ്മളെ ആശ്വസിപ്പിച്ച അനേകം സാക്ഷ്യങ്ങളാണ് നമ്മൾ വിശ്വാസപൂർവ്വം കേട്ടുകൊണ്ടിരുന്നത്. ചില സാക്ഷ്യങ്ങൾ വളരെ വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ നിന്നാണ് ആ സാക്ഷ്യങ്ങൾ വന്നത്. അപൂർവമായ ചില മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് ലോനംകുടി അപ്പത്തിൻ്റെ സാക്ഷ്യം തൃശ്ശൂർ ഡോളേഴ്സ് ബസിലിക്കയിലെ ഇടവകാന്നു. സാക്ഷ്യത്തിൻ്റെ രീതികൾ കണ്ടോ? ഇപ്പോൾ ഒരു BSNLൻ്റെ ഒരു ISRIയിലെ ഒരു ജോലിക്ക് പോകുന്നു, അവിടെ ഒരു കോൺവെൻറ്റിൽ താമസിക്കുന്നു. ആ കോൺവെൻറ്റിൻ്റെ ഒരു ദുരന്തം കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? എന്ത് സങ്കടമാണ് അവർ അനുഭവിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കൈ കഴുകാൻ വെള്ളമില്ലെന്ന് പറയണവരെ. ഇന്ത്യയിൽ കൈ കഴുകാൻ വെള്ളമില്ല. ട്രംപ് വരാൻ പോകുന്ന ഇന്ത്യയിലാണ്. ഭക്ഷണം കഴിച്ചിട്ട് മനുഷ്യന് കൈ കഴുകാൻ വെള്ളമില്ലെന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയുണ്ട്. ആരുടെയും കുഴപ്പമല്ല, അത് നമ്മുടെ സാഹചര്യമാണ്. ആ രാജ്യത്തിൻ്റെ സാഹചര്യം മാറാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവർ സിസ്റ്റർ പറഞ്ഞ ഇതാണ്, ടാങ്കറിൽ വെള്ളം വന്നാൽ മാത്രമേ കൈ കഴുകാൻ പറ്റത്തുള്ളൂ. അപ്പോഴുടനെ ആ വിശ്വാസി എന്നാ പറയണത്? തിരിച്ച് അതാണ് ഉടമ്പടിയുടെ പിൻബലമെന്ന് പറയണത്. ദൈവമായിട്ട് ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. ആ ഉടമ്പടിയിൽ എനിക്ക് തന്നിട്ടുള്ള നേർച്ച വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ട്. നാളെ ഇതിന് സമാധാനം ഉണ്ടാക്കാമെന്ന്. ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കണ്ടില്ലേ? നാളെ ഇതിന് സമാധാനം ഉണ്ടാക്കാം. നാളെ, ഇന്ന്, മരണസമയം, ഇതൊക്കെ സമയത്തിൻ്റെ കുറേ പ്രാർത്ഥന വിഷയങ്ങളാണ്. സമയത്തിലാണ് ഇതെല്ലാം പ്രാവർത്തികമാകുന്നത്. പരിശുദ്ധ അമ്മ നമ്മളെ ഇന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച എത്രയോ കാര്യങ്ങളാണ് നടന്നത്. ആ ഒക്ടോബർ 31-ാം തീയതി തന്നെ വന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് വന്ന് ജീവിത പങ്കാളിയും കൂട്ടിക്കൊണ്ട് പോകണില്ലേ? അത് ഓൺ ടൈമാണ്. എന്തുകൊണ്ടാണ് ഈ ടൈം ഇത്രയും വിഷയമാകാൻ? ഇത് നിങ്ങൾ പറയാം, അച്ഛൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ. അച്ഛൻ ഉണ്ടാക്കിയ ഒരു ദൈവശാസ്ത്രമൊന്നും അല്ല ഇത്. അമ്മയുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്യമാണ് സമയം. സഭ എത്രയോ വർഷം മുമ്പ് നമ്മളെക്കാൾ നേരത്തെ തിരിച്ചറിഞ്ഞു. സഭ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഇപ്പോഴും ആ നൗ അത് ടൈം കൈയടിച്ച് കിടന്ന സുഡ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കായി സുഡ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, മഹത്വ കർത്താവേ, ആരാധന കർത്താവേ, ഈശോയേ, അമ്മ ഞങ്ങൾക്ക് തന്ന സമയം ഒരുമിച്ച് പാടുക. ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉച്ചത്തിൽ അടിച്ചുകൊണ്ട് ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ.
ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി സന്തോഷത്തോടെ സ്വർഗീയ മന്ന, സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ, സ്വർഗത്തിലേക്കു നയിക്കും പുണ്യവാദായനമേ, വാനിൽ വിളങ്ങി ശോഭിക്കും ഉഷകാല താരമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭ എന്നാ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്, ഇപ്പോഴും ഞങ്ങളുടെ ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും അത്യാഹിതം പിടിച്ച സമയം ഏതാ? അവരുടെ സമയം. അതിനേക്കാൾ വലിയൊരു സമയം നമുക്കില്ല. നമ്മൾ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്, ബൈ പറഞ്ഞ് പോവുകയാണ്. ആ സമയത്താണ് നമുക്ക് ഏറ്റവും വലിയ കൂട്ട് വേണ്ടത്. അതിന് കർത്താവ് തന്നതാണ് അമ്മയെ. ബിഹോൾഡ് യുവർ മദർ, ഇതാ നിൻ്റെ അമ്മ. കൈയടിച്ച് കിടന്ന ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോൻ്റെ കുരിശിൻ്റെ കൂടെ അന്ത്യനിമിഷങ്ങളിൽ നിന്നതാരാ? അമ്മ. അത് ആ കാഴ്ച കണ്ടിട്ടാണ് അമ്മ ഈശോ പറയണത്, എൻ്റെ മക്കളുടെ കൂടെ അന്ത്യകാലം വരെ എനിക്ക് പകരം എനിക്ക് വേണ്ടി അമ്മയുണ്ടാകും. കൈയിടിച്ച് ക്രിസ്തുവിൻ്റെ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം മരണസമയത്ത് പോലും അമ്മയെയാണ് നമ്മൾക്ക് ഈശോ നൽകിയതെങ്കിൽ അപ്പോഴല്ലേ ലാസ്റ്റ് ദാനം. ഇത് ബിഹോൾഡ് യുവർ മദർ, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു വാഗ്ദാനമില്ല, അതൊരു വാഗ്ദാനമാണ്. എന്തിനാണ്? മരണസമയത്ത് പോലും ഈശോൻ്റെ കൂടെ നിന്നയാൾ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ഈശോ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സമയവും എൻ്റെ മക്കളെ പേടിക്കരുത്. മരണസമയം പോലും പേടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കടങ്ങളുടെ സമയം നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ രോഗത്തിൻ്റെ സമയം നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പോൾ സോണി എബ്രഹാം അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ സാക്ഷ്യം പറഞ്ഞില്ലേ? അപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്നാ പറഞ്ഞത്? 5:36 എന്നാണ് പറഞ്ഞത്. മർക്കോസ് 5:36. എന്താ? ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒന്ന് പറഞ്ഞേ, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തുതിയുടെ ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. രോഗപീഠകളിലെന്നും ആശ്വാസ താരകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യാനുഭവം എന്താ? BSNL നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ്. ഇപ്പം കമ്പനി ആയതുകൊണ്ട് തന്നെ അത് ഒരു പൊതുമേഖലാ കമ്പനിയാണ്. പക്ഷേ പുതിയ കാലത്തിൻ്റെ പലതരത്തിലുള്ള അന്തർദേശീയ കമ്മ്യൂണിക്കേഷൻ വെല്ലുവിളികൾ നമ്മുടെ വാർത്താ വിതരണ മേഖല ഒരു പ്രതിരോധം പോലെ വരുന്നുണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മത്സരങ്ങളുണ്ട്. പിന്നെ ഗവൺമെൻറ് കമ്പനി ആയത് കാരണം ജനപക്ഷമായിരിക്കും അത്. നമ്മുടെ പല സർക്കാർ കമ്പനികളും എന്തുകൊണ്ടാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത്? കോർപ്പറേറ്റുകളേക്കാൾ സർക്കാർ കമ്പനികൾ ലാഭം ഉണ്ടാക്കാനുള്ളതല്ല, പിന്നെ എന്തിനാണ്? ജനങ്ങൾക്ക് ജോലി കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ KSRTC ഒക്കെ നഷ്ടമാണെന്ന് പറയില്ലേ? അത് നഷ്ടമല്ല. അവർ 6000 ബസ് അവർക്കുണ്ട്,
അതിലൂടെ ഒരു ബസ്സിന് 13 പേരെ വെച്ച് ജോലി കൊടുക്കുന്നുണ്ട് അവരെ. അങ്ങനെ നമ്മുടെ കുടുംബം പോറ്റിപ്പോയതിൻ്റെ പേരിലാണ് ഗവൺമെൻറ് കമ്പനികൾക്ക് ഇടത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കമ്പനികൾ നിലനിന്ന് വളർന്നാൽ മാത്രമേ ജനങ്ങൾക്ക് അഭിവൃദ്ധിയും തൊഴിൽ സാധ്യതയും ഉണ്ടാകുന്നു. സിക്കായിട്ടുള്ള എല്ലാ ഗവൺമെൻറ് കമ്പനികളും രക്ഷപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ ഞങ്ങൾക്കായി ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഇപ്പോൾ ഒരു കമ്പനി സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികം അതിൻ്റെ അമരക്കാരനായി നിൽക്കുന്ന ആരാണ്? GM ഒക്കെയാണ് അതിൻ്റെ അമരക്കാരായി നിൽക്കുന്നത്. അപ്പോഴേ GM വിശ്വാസമുള്ള ആളാണ്. അതാണ് ഒരു കുടുംബമായാലും കമ്പനി ആയാലും അത് മുങ്ങുമ്പോൾ വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കിൽ മതിയാകും അത് രക്ഷപ്പെടുത്താൻ. GM വന്ന് ഉടനെ അമ്മയോട് പറഞ്ഞു, അമ്മയെ കമ്പനി മുങ്ങുകയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതമാർഗവും ഇന്ത്യയുടെ ശ്രേയസ്സുമാണ് മുങ്ങണത്. അപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ സ്വകാര്യ IELTS അല്ല വിഷയം. ഒരു ദേശീയ വിഷയമായാലും അന്തർദേശീയ വിഷയമായാലും ഇത് എല്ലാം ദൈവം ആരെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്? പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. റഷ്യയിലെ നിരീശ്വരവാദം കൊണ്ട് വിശ്വാസം ജനഹൃദയങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നു എന്ന സൂചന കിട്ടിയപ്പോഴാണ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ 1917 പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ലോകത്തിൻ്റെ ചരിത്ര നിയന്താവ്, ഈ ഭൂമിയിലെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരെ, ദൈവത്തിൻ്റെ ഇടപെടൽ മാധ്യമം പരിശുദ്ധ കന്യാസ്ത്രീ മറിയം കൈയിട്ടിച്ച് കിടന്നാൽ നൽകുക, വിശ്വാസത്വം നൽകുക. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ട്. പെട്ടെന്നാണ് ഉടമ്പടി കഴിഞ്ഞപ്പോൾ ക്യാബിനറ്റ് കൂടിയൊരു തീരുമാനം എടുത്തെന്നല്ലേ പറഞ്ഞത്. എന്താണ്? 70,000 കോടി രൂപ കമ്പനിക്ക് അനുവദിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ VRS എടുത്ത് 400 കുറേ ആയിരക്കണക്കിന് ആൾക്കാരെ VRS എടുത്ത് പോയി. അവർക്കെല്ലാം പണം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഭാവിയിൽ ബാക്കിയുള്ളവരെ കൊണ്ട് കമ്പനിയെ ഉയർത്തിക്കൊണ്ടുവരാൻ പുതിയ വഴികൾ തെളിഞ്ഞു വരികയാണ്. ശരിക്കും ആ ക്യാബിനറ്റ് തീരുമാനം കറക്റ്റാണ് ശരിക്കും. കാര്യം VRS കിട്ടിപ്പോയവരെല്ലാം വേറെ ജോലി അന്വേഷിച്ച് പോകും. പക്ഷേ അവർക്ക് കിട്ടാനുള്ള പണമെല്ലാം കിട്ടിയാണ് അവർ പോണത്. അപ്പോൾ അവർക്കൊരു ജീവിതം അതുകൊണ്ട് കരുപ്പിടിപ്പിക്കാൻ പറ്റും. കമ്പനി ബാധ്യതയിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് സാലറിയുടെ ബാധ്യത പോയപ്പോൾ സ്വാഭാവികമായിട്ട് വികസന പരിപാടികൾ ആസൂത്രണം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ജീവശ്വാസം കിട്ടി എല്ലാ മണ്ഡലങ്ങളിലും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിശ്വാസം ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിക്കട്ടെ. ലോണൻകുടി അപ്പച്ചനും പറഞ്ഞത് എന്താണ്? നാളെ ഇതിന് പരിഹാരം ഉണ്ടാക്കുക. എന്നാ പരിഹാരം ഉണ്ടാക്കിയത്? ഉടമ്പടിയിൽ കിട്ടിയ ഉപ്പ് കൊണ്ടുവന്ന് സിസ്റ്റേഴ്സും അപ്പച്ചനും എല്ലാവരും കൂടി ആ വന്ധ്യമായ വരണ്ട കുഴൽക്കിണറിലേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി, അത് പ്രയോഗിക്കുന്ന വിധം ഭയങ്കര രസമാണ്. അതങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ നിക്ഷേപിച്ചു. ചിലപ്പോൾ യുക്തിപരമായിട്ട് നോക്കുമ്പോൾ എന്നാ തോന്നും, കാരണം യുക്തിയിലല്ല ഇത് വർക്ക് ചെയ്യണത്. എന്തിലാണ് വർക്ക് ചെയ്യണത്? വിശ്വാസത്തിലാണ്, ബുദ്ധിയിലല്ല. ഇപ്പോൾ സോണിച്ചേട്ടൻ പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ വചനമില്ലേ, മർക്കോസ് 6:36, അതിൻ്റെ 6:35 അതെന്ത് വചനമാണെന്നറിയാമോ? അതായത് ഒരു കുഞ്ഞ് മരിച്ചുപോയി, ഒരു അധികാരിയുടെ മകൾ മരിച്ചുപോയി. അപ്പോൾ സേവകർ വന്നിട്ട് ഈശോനോട് പറയുന്നൊരു വാക്കുണ്ട്, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട.
കുട്ടി മരിച്ചു പോയി എന്നാണ്. അതാണ് മർക്കോസ് 5:35. അപ്പോൾ ചില സമയത്ത് അവിടെയാണ് പറയണത്, ഭയപ്പെടേണ്ട, ഇവിടെ ബുദ്ധിയല്ല ഉപയോഗിക്കേണ്ടത്, പിന്നെ എന്താണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കൈയിട്ടിച്ച് കിടത്താണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ചില സമയത്ത് വിശ്വാസം മാത്രമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ആ വചനം അങ്ങനെ പോകുന്നത്. അപ്പോൾ അവർ തിരിച്ച് ഒപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചെല്ലേ. നമുക്കറിയാം വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ. അച്ഛൻ എപ്പോഴും പറയാം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചോളം ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അതിൻ്റെ ബൃഹത്തായ ഫോമാണ് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. അത് എക്സിക്യൂട്ടീവ്, അത് നടപ്പിൽ വരുന്ന പ്രയോഗ ഫോമാണത്. മറ്റൊരു പ്രസ്താവനയല്ലേ. ഈ പ്രസ്താവനയെ പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഫോമാണ് ബ്രോഡായിട്ടുള്ള വിശ്വാസ പ്രമാണം. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അതൊരു ചുണ്ടിൻ്റെ ഏർപ്പാടാക്കി മാറ്റരുത്, ചങ്കിൻ്റെ ഏർപ്പാടാക്കി മാറ്റണം. മനസ്സിലായില്ലേ? നമുക്ക് വന്ന കുഴപ്പമൊന്നും ഇതാണ്, വിശ്വാസ പ്രമാണം നമുക്ക് അറിയാം, പക്ഷേ നമുക്കത് ചുണ്ടിൻ്റെ ഒരു ജിംനേഷ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ല, അത് ചങ്കിൻ്റെ പരിപാടിയാണ്. എന്താ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയാം, പക്ഷേ അതിന് മുമ്പൊരു കാര്യമുണ്ട്. എന്താണ്? ദൈവം അവനെ മരിച്ചവൾ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അതാണ് റോമ 10:9. ഈ റോമ 10:9 നമ്മൾ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവനെ മരിച്ചവരെന്ന് ഒന്ന് പറഞ്ഞ്, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചോ ഒന്ന് പറഞ്ഞ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചോ. ഞങ്ങളും ഏതവസ്ഥയിൽ നിന്നും യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോഴേ ഞങ്ങളും ഉയർത്തെഴുന്നേക്കും. കൈ അടിച്ച് കിടന്നാണ്. ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായി. അപ്പോൾ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്താ പറയണത്? യേശു ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും. അപ്പോൾ ഡോക്ടർ പറയണത് ഇപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ക്യാൻസർ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. വിശ്വാസം അങ്ങനെയാണ് പോണത്. പറഞ്ഞ മനസ്സിലായില്ലേ? കടമാണെന്ന് പറയുമ്പോൾ, ജപ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ പറയും മാനേജറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. നിൻ്റെ മകൾ തോറ്റുപോയെന്ന് പറയുമ്പോൾ ബുദ്ധൂസാണെന്ന് അവൾ തന്നെ പറയുകയാണ്. എൻ്റെ പരീക്ഷ മോശമായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടിയില്ലെന്ന് പറയുമ്പോൾ നമ്മൾ പറയും നിൻ്റെ തലച്ചോറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശു യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ 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 രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രാപിക്കണത്? രക്ഷ പ്രാപിക്കും. അല്ലേ? രക്ഷ പ്രാപിക്കും. ആരാ രക്ഷ? ഈശോ. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. ലുക്ക 2:30. അപ്പോൾ ആരാണ് രക്ഷ?
ഈ രക്ഷ, ഈശോ രക്ഷകനാണെന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞതും ദൈവം അവന് മരിച്ചുകൊണ്ട് ഉയർപ്പിക്കുമെന്ന് ഹൃദയത്തിൽ ആദ്യം വിശ്വസിച്ചതും യേശു രക്ഷകനാണെന്ന് പറഞ്ഞത് ആരാ? പരിശുദ്ധ അമ്മയാ. മംഗളവാർത്ത കഴിഞ്ഞ ആ സെക്കൻഡിൽ അമ്മ പറഞ്ഞു, എന്താ അമ്മ പറഞ്ഞത്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ലൂക്ക 1:47. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ രക്ഷകനായ ദൈവത്തെ അധരം കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ, ഹൃദയത്തിൽ വിശ്വസിച്ചപ്പോൾ, ആ വിശ്വാസത്തിന് അടയാളമായിട്ടാണ് ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്നാ സംഭവിച്ചിരിക്കുന്നത്? യേശു കർത്താവാണെന്ന് ഭൂമി വിളിച്ച് പറയും. ഇല്ലാത്ത വെള്ളം കർത്താവിന് നാമത്തിലെ ഉണ്ടായി കുതിച്ച് ചാടിയിട്ട് സിസ്റ്റർ ഇടയ്ക്ക് പിടിച്ച് വഴിക്ക് വെച്ച് വിളിച്ച് പറയും, വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നുവെന്ന്. അടയാളങ്ങളിലൂടെയാണ്. വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. അതല്ലേ 16:17 വിശ്വാസം ഉണ്ടാകുമ്പോൾ എന്തുണ്ട്? മർക്കോസ് 16:17 വിശ്വസിക്കുന്നതിൻ്റെ കൂടെ പറഞ്ഞേ ഈ അടയാളം ഉണ്ടാകും. അപ്പം അടയാളം ഉണ്ടാകണം എപ്പോഴാണ്? വിശ്വാസം. അപ്പം വിശ്വസിക്കുമ്പോൾ എപ്പോഴും വിശ്വസിക്കേണ്ടത് എന്താണെന്ന് അറിയാവോ? എല്ലാം യേശു രക്ഷകനാകണേ എങ്ങനെയാ? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പോൾ അമ്മ എന്നാ പറഞ്ഞത്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ. അപ്പോൾ രക്ഷകൻ എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള സമസ്ത സഹന സാഹചര്യങ്ങളുടെയും നിർജീവ അവസ്ഥകളുടെ മേലുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും രക്ഷകനായിട്ടാണ് ഈശോ മനുഷ്യാവതാരത്തിലൂടെ പാപത്തിന് പരിഹാരം ചെയ്ത് പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ച് നമ്മൾക്ക് നിത്യരക്ഷയ്ക്ക് ആളായ്മയായിട്ട് നൽകിയിരിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ട്. ഇനി ഒരു കാരണവശാൽ എപ്പോഴും നമുക്കറിയാം, ഏതെങ്കിലും വിഷയത്തിന് നിങ്ങൾ യേശുവിനെ അല്ലാതെ ആശ്രയിച്ചാൽ, ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു സഹോദരനുമായിട്ട് ഇരുന്നുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഇതാണ്, അച്ഛാ, റാലി നടത്തിയതിന് ശേഷം ഹൃദയരോഗമുള്ള എൻ്റെ വൈഫിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നീട് അവൾക്ക് ആ സഫക്കേഷൻ, ആ പ്രശ്നം, ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു പോയി. പിന്നെ എന്താ പറഞ്ഞതറിയാവോ? എൻ്റെ വീട്ടിൽ പാത്രമൊക്കെ ഇപ്പോഴും ഞാൻ തന്നെയാണ് കഴുകണതെന്ന്. അപ്പോൾ ഞാൻ ചിരിച്ചു പോയി. എന്നാ കാര്യം? അബോധ മനസ്സിലെങ്കിലും വൈഫ് സുഖപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതാണ് പ്രശ്നം. വിശ്വാസമെന്ന് പറയണത് ബോധമനസ്സിലും അബോധ മനസ്സിലും ഒരുപോലെ അഭിഷേകപ്രകാരം വിശ്വസിക്കണം. പറഞ്ഞേ, കർത്താവേ, എൻ്റെ ബോധ മനസ്സിലും എൻ്റെ അബോധ മനസ്സിലും നീയാണ് ഏകരക്ഷകൻ എന്നുള്ള ആന്തരികമായ ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ.